ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പം ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ ഇവിടെ അടുത്തൊരു കാട്ടുചോല ഉണ്ട്. അപ്പം ഈ ഒരു മഴ സമയത്തൊക്കെയാണ് നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി പോവുക. അപ്പം അതിൽ കളിക്കാനൊക്കെ നല്ല രസമാണ്. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഈ വെള്ളത്തിൽ കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. അപ്പം ഞങ്ങളും ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് ചോലയിൽ പോയി കളിക്കാറ്. അപ്പം ഈ വേനൽ സമയത്തൊന്നും അതിൽ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. എല്ലാ സ്ഥലത്തെയും പോലെ വറ്റിപ്പോവും. അപ്പം കുറച്ച് മഴ അങ്ങോട്ട് പെയ്തപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലേക്ക് തന്നെ ആ ചോലേൻ്റെ സൗണ്ട്, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നൊരു സൗണ്ട് ഉണ്ടാവില്ലേ, അത് കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുക. അപ്പം ഒരു 3-4 നല്ല മഴ കിട്ടിയപ്പോഴത്തേക്കും ചോലയൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പം ഞങ്ങളത് കണ്ടിട്ടില്ല. ഷിഫ 2-3 പ്രാവശ്യം പോയി അവളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയി കണ്ട്, പക്ഷേ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിന്ന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കല്യാണ വീടുണ്ടായിരുന്നു. അപ്പോൾ അവർ പെണ്ണിനെയും കുട്ടി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു റോട്ടിൽ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ടാണ് അങ്ങനെ പോകുന്നത്. കുട്ടികളാണ് കേട്ടോ. ഈ ചോലേൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയത് മുതൽ ചോലയിൽ പോവാന്ന് പറഞ്ഞിട്ട് ചെവിക്കൊരു സ്വൈര്യം തരുന്നില്ല. അതേപോലെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്ന് ചോലയിൽ പോയി ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. കളിക്കാൻ ഇറങ്ങാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ഇറങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ വെറുതെ തല നനയ്ക്കണ്ടല്ലോ, അതുകൊണ്ടാണ് എല്ലാവർക്കും കോട്ടിട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ വന്നപ്പം ഈ വെള്ളം കണ്ടില്ലേ, ചോലയുടെ അടുത്തെത്തിയപ്പോൾ എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള ആക്രാന്തമായിട്ടോ. അപ്പോൾ ഞങ്ങളിതാ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പം വെള്ളം കുറവാണെങ്കിലും നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പം ആദ്യം വിചാരിച്ച് ഓരോ കുട്ടികളെ ഓരോരുത്തരെടുത്ത് അങ്ങനെ ആക്കാമെന്ന്. പക്ഷെ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് കളിക്കുമ്പോഴല്ലേ രസം ഉണ്ടാവുക. അപ്പം കുട്ടികളെ 3 ആളെയൊക്കെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. അപ്പം ഞങ്ങൾ ചോലയിലൊക്കെ കളിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ കയറുകയാണ്. കുറച്ച് അത്യാവശ്യം നല്ലൊരു കയറ്റാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ കയറുന്നതിൻ്റെ ഇടയിൽ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറുന്നതിൻ്റെ ഇടയിൽ ഋതുവിൻ്റെ കാല്
പാറയിൽ തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അവൾക്ക് വെള്ളത്തിൽ നിന്നായതുകൊണ്ട് അധികം വേദനയൊന്നുമില്ല. ഇനി ഇങ്ങനെ ഈ കയറ്റം കയറി മുകളിലെത്തുമ്പോഴത്തേക്ക് ഇനി ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടാണ് കയറുന്നത്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസ് ഒന്നും എന്താ ഇടാത്തതെന്ന്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സീറ്റ് കൊണ്ടൊക്കെ മറിച്ചിട്ടുള്ളൊരു വീട്ടിലാണല്ലോ. അപ്പം എഡിറ്റിംഗ് ടൈമിലൊക്കെ പുറമേ നിന്നുള്ള സൗണ്ട്, ഈ കാക്ക കരയുന്ന സൗണ്ട്, കോഴീൻ്റെ സൗണ്ട്, പിന്നെ കുട്ടികളുടെ സൗണ്ടൊക്കെ നല്ലോണം കേൾക്കും. അപ്പോൾ എഡിറ്റിംഗ് ടൈമിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിചാരിക്കും പിന്നെ ആവട്ടെ പിന്നെ ഇടാൻ മടിയാവും. അതുകൊണ്ടാണ് ലോങ് വീഡിയോസൊക്കെ ഇങ്ങനെ നീണ്ടു പോയത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കാം. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഓൾ ഓപ്ഷനുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.